കരുവന്നൂരും കണ്ടലയും അടക്കമുള്ള പല സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലാവുകയും തകരുകയും ചെയ്ത കാലഘട്ടത്തിലും 400 കോടിയോളം രൂപയുടെ നിക്ഷേപവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കി വിജയഗാഥ രചിച്ച തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിന്റെ അമരക്കാരൻ GR അജിത് ഇനി പോലീസ് അസോസിയേഷനിലും പട നയിക്കുമോ? സംസ്ഥാന പോലീസിലെ സംഘടനാ സംവിധാനത്തെ ആകെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് UDF സർക്കാർ ഉത്തരവിറക്കിയതോടെ സേനാംഗങ്ങൾക്കിടയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചലനങ്ങളിൽ പ്രധാന ചർച്ചയാകുന്നത് അജിത്തിന്റെ സാന്നിധ്യവും സ്വാധീനവുമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം അവരുടെ കുടുംബങ്ങളുടെ ക്ഷേമവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉറപ്പാക്കി സേനാംഗങ്ങൾക്കിടയിൽ അദ്ദേഹം നേടിയെടുത്ത ജനപ്രീതി വളരെ വലുതാണ്. മുഖ്യമന്ത്രി VD സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം പോലീസിലെ 3 അസോസിയേഷനുകളെ 2ആക്കി ചുരുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതിന് പിന്നിലും അജിത് മുന്നോട്ട് വെച്ച കൃത്യമായ ഫോർമുലയും യുക്തിയുമായിരുന്നു. 1978 വഴുതക്കാട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപത്തെ ഒറ്റമുറിയിൽ തുടങ്ങിയ പോലീസ് സ്റ്റാഫ് സഹകരണ സംഘം ഇന്ന് സമാനതകളില്ലാത്ത വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇടതുപക്ഷാനുഭാവമുള്ള പോലീസുകാരായിരുന്നു സംഘത്തെ നയിച്ചിരുന്നത്. എന്നാൽ 2013 ഭാരവാഹികൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ GR അജിത്തിന്റെ നേതൃത്വത്തിലുള്ള UDF അനുകൂല പാനൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. സംസ്ഥാനത്തുടനീളം സഹകരണ ബാങ്കുകളും സംഘങ്ങളും പിടിച്ചെടുക്കാൻ LDF ശക്തമായ നീക്കങ്ങൾ നടത്തുകയും പലയിടത്തും അത് വിജയിക്കുകയും ചെയ്തപ്പോഴും തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘത്തിൽ അജിത് കുമാറിനും കൂട്ടർക്കും കുരുക്കമുണ്ടായില്ല. തുടർന്നു വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലീസുകാരുടെ പിന്തുണ മുഴുവൻ ഈ ഭരണസമിതിക്ക് കിട്ടി. ബാങ്കിന്റെ മികച്ച വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് മുൻ LDF ഭരണകാലത്ത് സഹകരണ മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും സംഘത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു എന്നത് തന്നെ അജിത്തിന്റെ ഭരണ മികവിന് തെളിവാണ്. 2013 പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ വെറും 30 കോടി നിക്ഷേപവും 47 കോടി വായ്പയും 11 കോടിയോളം കിട്ടാക്കടവുമായി പ്രതിസന്ധിയിലായിരുന്ന സ്ഥാപനത്തെയാണ് അജിത് 400 കോടി നിക്ഷേപമുള്ള വടവൃക്ഷമാക്കി മാറ്റിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നന്ദാവനം AR ക്യാമ്പിന് സമീപം അനുവദിച്ച 10 സെന്റ് സ്ഥലത്ത് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിച്ചു നൽകിയ അത്യാധുനിക മന്ദിരത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. DGP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർ വരെ അംഗങ്ങളായ 10,000-ഓളം പോലീസുകാരാണ് ഈ സംഘത്തിന്റെ ശക്തി കേന്ദ്രമായി നിൽക്കുന്നത്. വെറുമൊരു ബാങ്കിംഗ് സ്ഥാപനം എന്നതിനുമപ്പുറം ജനകീയവും കാരുണ്യപൂർവവുമായ ഇടപെടലുകളിലൂടെയാണ് അജിത് സേനാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും മനസ്സ് കീഴടക്കിയത്.